വരമാല പ്രിസർവേഷന്റെ എൻക്വയറി ചെയ്യുന്ന സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മൾക്ക് ഈ ഫ്ലവേഴ്സ് ഇതുപോലെ തന്നെ പ്രിസർവ് ചെയ്യാൻ പറ്റത്തില്ലേ എന്ന്. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണെങ്കിൽ അത് ഡ്രൈ ചെയ്തിട്ട് മാത്രമേ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സിലിക്ക പൗഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഫ്ലവേഴ്സ് ഡ്രൈ ചെയ്യുന്നുള്ളതാണ്. ഇതുകൂടാതെ ഫ്ലവേഴ്സ് എയർ ഡ്രൈ ചെയ്യുന്ന രീതി ഞാൻ വേറൊരു റീലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിന്ന് ഇവിടെ എപ്പോക്കിന്റെ സിലിക്ക പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ലെയർ സിലിക്ക പൗഡർ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഫ്ലവേഴ്സ് പെറ്റൽസ് ആക്കിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പെറ്റൽസ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ പെറ്റൽസ് ആയിട്ടും, ഫുൾ ഫ്ലവർ ആയിട്ടാണ് നിങ്ങൾക്ക് ഡ്രൈ ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ലെയർ കൂടി നമ്മൾ സിലിക്ക പൗഡർ ഇതിന്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ദേ വീഡിയോയിൽ കാണുന്ന പോലെ. അങ്ങനെ 2-3 ദിവസം ഇതുപോലെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിന്റെ അകത്ത് നിന്ന് ഫ്ലവേഴ്സ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ദേ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, ഒട്ടും തന്നെ കളർ ഔട്ട് ആവാതെ തന്നെ നമുക്ക് ഈ ഫ്ലവേഴ്സ് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രോസസ്സ് എല്ലാവർക്കും ചെയ്യാൻ പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് നോർമലായിട്ട് എല്ലാവരുടെ അടുത്തും നമ്മൾ എയർ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഡ്രൈ ചെയ്തെടുത്ത ഫ്ലവർ വെച്ച് ചെയ്ത വർക്കാണ് ഈ കാണുന്നത്.